ഹായ് ആട്3 എന്ന സിനിമ തിയേറ്ററുകളിൽ വമ്പൻ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല മലയാള സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡ് ഇതിനോടകം തന്നെ ഈ പറയുന്ന ആട്3 മറികടന്നിരിക്കുന്നു. ഫസ്റ്റ് ഡേ കളക്ഷനിൽ വലിയ റെക്കോർഡാണ് ആട്3 സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന അഞ്ചാമത്തെ സിനിമയായിട്ട് ആട്3 മാറിയിരിക്കുന്നു. 18 കോടി 1 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം തന്നെ ആട്3 നേടിയത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇന്നലെ 17 കോടി 85 ലക്ഷം എന്നുള്ളതായിരുന്നു വന്നിരുന്നത്. പക്ഷേ 18 കോടി 1 ലക്ഷം രൂപയാണ് യഥാർത്ഥ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. എന്തായാലും സിനിമ വമ്പൻ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസവും സിനിമയുടെ കളക്ഷൻ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം നേടിയതിനേക്കാളും വലിയ കളക്ഷനാണ് രണ്ടാം ദിവസം ആട്3 നേടിയിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 5 കോടി 90 ലക്ഷം രൂപയാണ് നേടിയത് എങ്കിൽ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ 6 കോടി 85 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും മാത്രം സിനിമ നേടിയെടുത്തത്. അതായത് വലിയൊരു കളക്ഷനാണ്. 2 ദിവസം കൊണ്ട് 12 കോടി 75 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ആട്3 നേടിയെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. സിനിമയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആട്3 എന്ന സിനിമ 100 കോടിയും 150 കോടിയും മറികടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ആദ്യ ദിവസം ബുക്ക് മൈ ഷോയിൽ 2,57,000 ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഇതുവരെയുള്ള മലയാള സിനിമയിൽ ഇത് 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് അത് തുടരും എന്ന മോഹൻലാൽ ചിത്രമാണ്. 4,30,000 ടിക്കറ്റുകളാണ് തുടരും എന്ന സിനിമ ആദ്യ ദിവസം വിറ്റത്. രണ്ടാം സ്ഥാനത്തുള്ളത് അതും മോഹൻലാലിന്റെ തന്നെ എമ്പുരാനാണ്. 3,81,000 ടിക്കറ്റുകളാണ് എമ്പുരാൻ വിറ്റത്. മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയാണ്. 2,94,000 ടിക്കറ്റുകൾ ആടുജീവിതം വിറ്റപ്പോൾ. 4ാം സ്ഥാനത്താണ് ആട്3, 2,57,000 ടിക്കറ്റുകൾ. 5ാം സ്ഥാനത്ത് പ്രണവിന്റെ DS ഇറേ എന്ന സിനിമയാണ്. 2,38,000 ടിക്കറ്റുകൾ. ഈ സിനിമകളാണ് ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ള 5 സിനിമകൾ. ആദ്യ ദിവസം ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ 5 സിനിമകൾ. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ ആട്3 18 കോടി 1 ലക്ഷം രൂപ നേടിയപ്പോൾ അതും ഒരു റെക്കോർഡായി മാറിയിരിക്കുന്നു. ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ 5ാമത്തെ മലയാള സിനിമയായിട്ട് ആട്3 മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എമ്പുരാൻ എന്ന സിനിമയാണ്. ഫസ്റ്റ് ഡേ എമ്പുരാൻ നേടിയ കളക്ഷൻ 68 കോടി 20 ലക്ഷമാണ്. തീർച്ചയായും അത് വലിയൊരു കളക്ഷനാണ്. മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കളക്ഷനാണ് എമ്പുരാൻ നേടിയെടുത്തത്. 68 കോടി 20 ലക്ഷം രൂപ ഫസ്റ്റ് ഡേ. രണ്ടാം സ്ഥാനത്തുള്ളത് വീണ്ടും ഒരു മോഹൻലാൽ സിനിമ തന്നെയാണ്, മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം. 20 കോടി 40 ലക്ഷം രൂപയാണ് മരയ്ക്കാർ നേടിയെടുത്തത്. സിനിമ പരാജയമായിരുന്നു എങ്കിലും ആദ്യ ദിവസം 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ മരയ്ക്കാറിനായി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമയാണ്. 19 കോടി 20 ലക്ഷം രൂപ. പിന്നീട് മോഹൻലാലിന് തന്നെ ഒടിയൻ എന്ന സിനിമയാണ്. 18 കോടി 10 ലക്ഷം രൂപ. അതിനുശേഷം 5ാം സ്ഥാനത്താണ് ആട്3, 18 കോടി 1 ലക്ഷം രൂപ. എന്തായാലും റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആട്3. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാത്തിരുന്ന് കാണാം സിനിമ എത്ര കോടി നേടിയെടുക്കും എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.